ശ്രീമതി ആര്യ രാജേന്ദ്രൻ 10,000-ലധികം കോടി രൂപയുടെ ഈ 5 വർഷം കഴിയുമ്പോൾ ഒപ്പിട്ട് നഗരസഭയിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആര്യ രാജേന്ദ്രൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. പറഞ്ഞോണം, ഡെപ്യൂട്ടി മേയറായ ഞാൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. മനസ്സിലാക്കിക്കോണം, ഞങ്ങളെല്ലാം സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. സാധാരണക്കാരുടെ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങളെ പഠിപ്പിച്ചതല്ല, ഞങ്ങളെ പഠിപ്പിച്ച ആ രീതിയല്ല. താങ്കൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നടന്നോണം. ഞങ്ങളെങ്ങനെ ചെയ്താൽ അന്ന് ഈ പാർട്ടിയിലുണ്ടാവില്ല. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ആ കാര്യം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഞങ്ങളെല്ലാം സുതാര്യമായി ഞങ്ങൾ താമസിക്കുന്നത്. എന്തെങ്കിലും അറിയണമെങ്കിൽ ശ്രീ PK രാജു ഡെപ്യൂട്ടി മേയറിന് എത്ര രൂപയുടെ സമ്പത്തുണ്ടെന്നും എവിടെയൊക്കെ വസ്തു ഉണ്ടെന്നും 10 രൂപ മുടക്കി ഒരു വിവരാവകാശം ഇട്ടാൽ 30-ന് നിരക്ക് കിട്ടും. മറുപടി സലീമിന് സമ്പത്ത് കിട്ടും, ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ കിട്ടും, ശ്രീ പിണറായി വിജയൻ്റെ കിട്ടും, ശ്രീ നരേന്ദ്രമോദിയുടെയും കിട്ടും, ശ്രീമാൻ അമിത്ഷായുടെയും കിട്ടും. 10 രൂപ ചിലവുണ്ട്. അപ്പോൾ സംശയമൊന്നും തീരും. അല്ലാതെ ഇതൊന്ന് കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാടിൻ്റെ സമഗ്രമായ വികസനമാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ നഗരസഭയ്ക്ക് ചെയ്യാനുള്ളത്. നോക്കണം, 17 അംഗനവാടി, ഒരു അംഗനവാടി എൻ്റെ നാട്ടിലില്ല, സ്ഥലവുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. അംഗനവാടികൾ സ്കൂളുകളുടെ 17 എണ്ണം, അതിനെന്തെല്ലാം ത്യാഗം അനുഭവിച്ചിരിക്കും. അവിടെ AC വെച്ചിരിക്കുകയാണ്. ആ കുട്ടികൾ AC ഉള്ള ഹാളിൽ, ഞാനൊക്കെ പഠിച്ച തറയിലിരുന്ന് പഠിച്ച് ഫാനില്ലാത്ത മെഡിക്കൽ കോളേജ് കുമാരൻ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ പോയി എയർ കണ്ടീഷൻ റൂമിലിരുന്ന് പഠിക്കുന്നതിന് കുതന്ത്രത്തിലൂടി അതിനെ തടയുകയാണ്. നടന്നോ? ആ തടയിൽ നടന്നോ? ആക്ഷേപം നടന്നോ? ഇവിടെ സൗഹൃദ റോഡ് എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ നാടിൻ്റെ സമഗ്രമായ വികസനം ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ മഞ്ചേശ്വരം മുതൽ അങ്ങ് കാസർഗോഡ് ഇങ്ങ് മാർത്താണ്ഡം വരെയും 4 വരിപ്പാത റോഡുകൾ എങ്ങനെയുണ്ടായി, മേൽപ്പാലങ്ങൾ എങ്ങനെയുണ്ടായി, ഈഞ്ചക്കലുണ്ടാകുന്ന പാലം എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് സ്ഥലമെടുപ്പ് ഉണ്ടായി. അങ്ങനെ സമഗ്രമായ വികസനം നടത്തുന്ന നഗരസഭയും സർക്കാരും ആക്ഷേപം കേട്ടാൽ മാറുന്ന സർക്കാരുമല്ല നഗരസഭയുമല്ല. എന്തെല്ലാം കേട്ടു, നിങ്ങൾ എന്തെല്ലാം കേട്ടു. ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൊച്ചു മകളുടെ പ്രായമുള്ള എൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രനെതിരെ എന്തെല്ലാം നാടകമാണ് കാണിച്ചത്. അനങ്ങിയതുമില്ല, കുനിങ്ങിയതുമില്ല. കാരണം അവരെ ഏൽപ്പിച്ചത് ബാലസംഘത്തിലൂടെ കടന്നു വന്ന്, വിദ്യാർത്ഥി സംഘടനയുടെ കടന്നു വന്ന്, യുവജന സംഘടനയുടെ കടന്നു വന്ന്, CPM ജില്ലാ കമ്മിറ്റി മെമ്പറായി 24 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുമാരി ആര്യ രാജേന്ദ്രനായി വന്നു. ശ്രീമതി ആര്യ രാജേന്ദ്രനായി